അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്. ഞാൻ കൊണ്ടിട്ടേ പോകും. ഞാൻ ഇത് വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കറൈറ്റ്സിനെ കുറിച്ച് ഇവിടെ എന്റെ കോ സ്പീക്കർ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ പറയുന്നു. പുതിയ അടവുകൾ പ്രയോഗിച്ചു വരുമെന്ന് എനിക്കറിയാം. അംബേദ്കറിനെ വായിക്കാത്ത അംബേദ്കറൈറ്റ്സിനെ നിങ്ങൾക്ക് കിട്ടത്തില്ല. അംബേദ്കറിനെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഞങ്ങളൊരു ജ്ഞാന സമൂഹം തന്നെയാണ്. ഞങ്ങളൊരു ജ്ഞാന സമൂഹം തന്നെയാണ്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. അതായത് ഒരു അരമണിക്കൂർ മുമ്പേ വേറെ ഒരു വേദിയിൽ ഈ സുഹൃത്ത് തന്നെ ഇരുന്ന് സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വായിൽ തോന്നുന്നൊക്കെ നിനക്ക് അവരോട് വിളിച്ചു പറയാം. റിസർവേഷൻ എഫിഷ്യൻസിയെ കുറയ്ക്കുന്നു എന്നുള്ള വാദങ്ങൾ പറഞ്ഞത് അവിടെ ഇരുന്ന് കേട്ട ഒരു ദളിത് ബഹുജന സ്ത്രീയും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. അംബേദ്കറിനെ കുറിച്ച് വായിക്കാതെ, അംബേദ്കറിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാകാതെ, അംബേദ്കറിന്റെ ആന്റി ഓപ്പറേഷൻ എന്നുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള കീ കോൺസെപ്റ്റിനെ മനസ്സിലാകാതെ, വേദബ്രാഹ്മണ്യത്തെ തള്ളിപ്പറയാതെ ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. എന്നിട്ട് എൻ്റെ സുഹൃത്ത് മാളവിക അവിടെ പറഞ്ഞത്, ഞാൻ മുമ്പ് അപ്പുറത്ത് മറ്റൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ചില വാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. എനിക്കുള്ള ഒരൊറ്റ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും പറയുന്നു, അംബേദ്കറിസ്റ്റുകൾ അംബേദ്കറെ പൂർണ്ണമായും വായിക്കണം. അതിനെവിടുന്നാണോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളക്കം മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പറഞ്ഞിരുന്നത്, എന്തുകൊണ്ട് ഇന്ത്യയിൽ ജാതി സെൻസസ് വേണ്ട എന്നതിനെപ്പറ്റി കോൺഗ്രസിന് പണ്ട് മുതൽ തന്നെ ഒരു നിലപാടുണ്ടായിരുന്നുവെന്നും ആ നിലപാട് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട് എന്നും ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്നും രാജീവ് ഗാന്ധി ആവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. അയ്യോ, യാഥാർത്ഥ്യമാണ് സാർ. കുഞ്ഞിക്കണ്ണ, ഈ കേസും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്നെ തയ്യാറെടുക്കാനുള്ള പരിപാടിയല്ലേ മോനെ ഇത്? 1961 അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ ജവഹർലാൽ നെഹ്റു ഇന്ത്യയിലുള്ള എല്ലാ മുഖ്യമന്ത്രിമാർക്കും അയച്ചിരുന്ന ഒരു കത്ത്. ആ കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഭാഗത്തിനെയാണ് ഞാൻ ഉദ്ധരിച്ചത്. നിങ്ങൾ എതിർക്കുന്നത് എന്നെയല്ല, ജവഹർലാൽ നെഹ്റുവിനെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ ഡിസ്ലൈക്ക് എനി കൈൻഡ് ഓഫ് റിസർവേഷൻ, മോർ പർട്ടിക്കുലർലി ഇൻ സർവീസ്. I react strongly against anything which leads to inefficiency and second-rate standards. ഈ ഇൻഎഫിഷ്യൻസി എന്ന പദമാണ് മാളവിക എനിക്ക് ആട്രിബ്യൂട്ട് ചെയ്തത്. അത് മാളവിക എന്നിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ജവഹർലാൽ നെഹ്റുവിലേക്കാണ് അയക്കേണ്ടത് എന്നുള്ളത് സോഴ്സ് ഉദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടേതാണ് അടുത്ത പ്രസ്താവന. രാജീവ് ഗാന്ധി പറഞ്ഞിരുന്നത്, നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ. ഞാനിത് പറയുമ്പോൾ പോലും ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് രാജീവ് ഗാന്ധിയെ ഉദ്ധരിച്ചാൽ അത് വിവാദമാകും. വളരെ ഉപകാരം. കീപ് ഇറ്റ് അപ്പ്. എന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനമായി. പക്ഷേ രാജീവ് ഗാന്ധി അന്ന് അലോക് മേത്തയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ പറയുകയാണ്, നോ പ്രൊമോഷൻ ഓഫ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ ആൻഡ് ദാറ്റ് പ്രൊമോട്ടിംഗ് ഇഡിയറ്റ്സ് ഇൻ ദ നെയിം ഓഫ് റിസർവേഷൻ വുഡ് ഹാം ദി എൻറ്റയർ കൺട്രി. അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. കുടുംബത്തിൽ പറഞ്ഞവരൊക്കെ അങ്ങനെ തന്നെ. അംബേദ്കറിനെ കുറിച്ച് എനിക്കൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറിനെ വായിച്ചിട്ടാണ്, അംബേദ്കറിനെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അംബേദ്കറിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ അംബേദ്കറിനെ വായിക്കുകയും വേണം, മറ്റുള്ള ആൾക്കാരെ വൃത്തിയായി കേൾക്കുകയും വേണം. എനിക്ക് തലയ്ക്ക് സ്ഥിരതയില്ലെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. സത്യം അതാണെങ്കിലും അത് തുറന്നു പറഞ്ഞ് മാഷിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അത് ശരി.